ഇപ്പോഴത്തെ ഭരണസമിതി എന്ന് വെച്ചാൽ എല്ലാവർക്കും വേണ്ടിയിട്ടും നല്ല നല്ല സഹായങ്ങൾ ചെയ്യുന്ന നല്ലൊരു മനുഷ്യനാണ് ഇപ്പൊ ഭരണത്തിൽ കയറിയിരിക്കുന്നത്. അപ്പൊ അത് പാർട്ടി നോക്കിയല്ല ചെയ്യുന്നത്, മനുഷ്യനെ നോക്കിയാണ്. മനുഷ്യത്തുള്ള ഒരു മനുഷ്യൻ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. ആ ചിരി കാണാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം നമുക്ക്. അപ്പൊ നമുക്ക് എന്തും ചെന്ന് പറയാം, ഇറങ്ങിപ്പോ പുറത്തൊന്നും പറയില്ല, കടക്ക് പുറത്തൊന്നും പറയില്ല, വീട്ടിൽ ചെന്ന് പറയുന്നു പറയില്ല. ആര് ചെന്നാലും സ്വന്തം മക്കളെ പോലെയും സഹോദരങ്ങളെ പോലെയും അമ്മയെ പോലെയാണ് കാണുന്നത്. അപ്പൊ അതാണ് ഏറ്റവും വലിയ ഇഷ്ടവും സന്തോഷവും. CPM തന്നെ 6 മാസം ഈ ഭരണസമിതി പിന്നീടുമ്പോഴേക്കും വലിയ സ്വീകാര്യത കിട്ടി ഭരണസമിതി മുന്നോട്ട് പോകുമ്പോൾ അതിനെ അട്ടിമറിക്കാൻ വേണ്ടി CPM എന്ന പാർട്ടി ഒരു സംസ്ഥാന ഭരണത്തെ നേതൃത്വം കൊടുത്തിട്ടുള്ള 45 വർഷം കോർപ്പറേഷൻ ഭരണത്തെ നേതൃത്വം കൊടുത്തിട്ടുള്ള പാർട്ടി തന്നെ നേരിട്ട് അവരുടെ പ്രവർത്തകർ ഇറക്കിയിട്ട് നഗരത്തിലെമ്പാടും മാലിന്യം വലിച്ചെറിയുകയാണ്. ആ മാലിന്യം വലിച്ചെറിയുന്നതിനെ തടയാൻ ശ്രമിക്കുന്ന ആളുകളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന കോർപ്പറേഷൻ ജീവനക്കാരെ ഓട്ടോറിക്ഷ ഉൾപ്പെടെ ഇടിച്ചിട്ട് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഒരു പാർട്ടി നേതൃത്വം കൊടുക്കുകയാണ് അതിന്. BJP ഇപ്പൊ പിടിച്ചങ്ങ് താഴെ ഇറക്കി കളയാം. ആ കൂട്ടത്തിൽ സംഘികളെ പൂർണ്ണതോതിൽ തിരുവനന്തപുരത്ത് അങ്ങ് ഭരണം ഇല്ലാതാക്കി കളയാം. ആ കൂട്ടത്തിൽ ഞങ്ങൾക്ക് കയറി, അതായത് ഈ പറയുന്ന തരത്തിൽ കമ്മിയും കൊങ്ങിയും കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കസേരയിൽ കയറിയിരിക്കാമെന്നുള്ള വ്യാമോഹമൊക്കെ തന്നെയും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ജനങ്ങളൊക്കെ തന്നെ ഇങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ നടപ്പിലാവുമെന്നാണ് മനസ്സിലാവാത്ത കാര്യം. ഇങ്ങനെയൊന്നും പറഞ്ഞുകൂടാ. കാരണം BV രാജേഷ് ഗുണ്ടയാണ്, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് ഗുണ്ടകളാണ്, ഗുണ്ടകളെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയാണ്. ഇങ്ങനെയൊക്കെ വേണം ജനങ്ങൾ പറയാനായിട്ട്. ഇതിപ്പോൾ എന്തുവാ പറയുന്നത്? ഇതെങ്ങനെ കമ്മികൾ ഇതെങ്ങനെ സഹിക്കും? ഈ പറയുന്ന രീതിയിൽ സംഘികളെ ഇങ്ങനെ പൊക്കി അടിച്ചു കഴിഞ്ഞാൽ അതാണ് മനസ്സിലാവാത്ത കാര്യം എന്ന് പറയുന്നത്. എന്തായാലും എന്താ പറയുക, ഈ പറയുന്ന തോതിൽ കമ്മികൾക്കും കൊങ്ങികൾക്കും ഒരുപോലെ കരയാനായിട്ടുള്ള വകുപ്പുകൾ തിരുവനന്തപുരത്തെ ജനങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തൊക്കെയാണോ എന്തോ നടക്കുന്നത് ശരിക്കും തിരുവനന്തപുരത്ത്. BJP എന്ന് പറയുന്ന തിരുവനന്തപുരം ഭരിക്കുന്ന അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഭരിക്കുന്ന പാർട്ടി, ആ പാർട്ടിയെ കോർപ്പറേഷനിൽ നിന്ന് താഴെ ഇറക്കാനായിട്ട് പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. അതിൻ്റെ അവസാനത്തെ ഒരു അടവായിരുന്നു സുഗതൻ വിഷയം എടുത്തുകൊണ്ട് വന്നുകൊണ്ട് ആ ഒരു തരത്തിൽ ഇപ്പോൾ അങ്ങ് നമുക്ക് ഇവരെ അങ്ങ് പിടിച്ച് താഴെ ഇറക്കാമെന്നുള്ള തരത്തിലോട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷെ അതും ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിൽ വരച്ച വരയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ ജനം വിചാരിക്കണം. ജനങ്ങൾ വിചാരിച്ചാൽ മാത്രമേ സംഘികളെ അവിടുത്തെ ഭരണത്തിൽ നിന്നും മാറ്റാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ ഈ കിടന്ന് തക്കിട തരികിട കാണിച്ചെന്ന് കരുതിയിട്ട് അവിടെ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ തന്നെ ഈ പറഞ്ഞ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. ജനമെല്ലാം കാണുന്നുണ്ട്. അവിടെ BV രാജേഷ് കാണിക്കുന്ന കാര്യങ്ങളും കാണുന്നുണ്ട്, ചെയ്യുന്ന കാര്യങ്ങളും കാണുന്നുണ്ട്, പറയുന്ന കാര്യങ്ങളും കാണുന്നുണ്ട്, പ്രവർത്തിക്കുന്ന കാര്യങ്ങളും കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശിവൻകുട്ടി സഖാവ് പറയുന്ന കാര്യങ്ങളും കേൾക്കുന്നുണ്ട്, ചെയ്യുന്ന കാര്യങ്ങളും കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷം അവിടെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളും കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശബരിനാഥനും അവിടെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ കാണുന്നുണ്ട്. UDF ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ജനങ്ങൾ കാണുന്നുണ്ട്. ജനങ്ങൾ 3 വർഷവും കാണുന്നുണ്ട്. അവരെല്ലാം കണ്ടിട്ട് മാത്രമേ വിലയിരുത്തത്തുള്ളൂ എന്നുള്ള ബോധം ആദ്യം ഈ പറയുന്ന പാർട്ടികൾക്ക് വേണം, പ്രത്യേകിച്ച് കമ്മികൾക്കും കൊങ്ങികൾക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ജനങ്ങളാണ് ഈ പറയുന്ന സംഖ്യകളെ പിടിച്ചുകൊണ്ട് ഭരണത്തിൽ കയറ്റിയതെന്ന് പറയുന്നത്. എന്നിട്ട് ആ സംഖ്യകളെ നമ്മളിപ്പോൾ എന്താ പറയുക തരികിട കാണിച്ചുകൊണ്ട് അവിടെ നിന്ന് താഴെ ഇറക്കിയിട്ട് നമ്മളിപ്പോൾ ആ കസേരയിൽ ഞെളിഞ്ഞിരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ജനങ്ങൾ തീർച്ചയായിട്ടും അവസാനം നിലം തൊടാത്ത രീതിയിൽ ഈ പറയുന്നവരെ ആക്കും എന്നുള്ളത് 100% വ്യക്തമാണ് തിരുവനന്തപുരത്ത്. അത് കാരണം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഉഡായിപ്പിലൂടെ ഭരണം ഇപ്പോൾ പിടിച്ചങ്ങ് താഴെ ഇറക്കിയിട്ട് കയറിയിരിക്കുക എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ജനം അത് പുറക്കത്തില്ല. കാരണം അവർക്ക് വേണ്ട വിധത്തിലുള്ള ഒരു ഭരിക്കാനായിട്ടുള്ള ഒരു അംഗസംഖ്യ ജനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ അംഗസംഖ്യ മറിച്ചുകൊണ്ട് ഞങ്ങൾ 2 പേരും, ഒരാൾക്ക് പറ്റത്തില്ല, 2 പേരും കൂടെ ചേർന്നിട്ട് ഇപ്പോൾ ഒന്ന് മലമറിച്ച് കളയാന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് ജനത്തെ പൊട്ടന്മാരാക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷം പ്രത്യേകിച്ച് ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് പ്രതിപക്ഷ സ്ഥാനമാണ് തന്നിരിക്കുന്നത്. അത് മര്യാദയ്ക്ക് കൊണ്ടുപോയി നല്ല രീതിയിൽ ആ പ്രതിപക്ഷമായി നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. അല്ലാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ഭരണത്തിൽ ഇപ്പോൾ അട്ടിമറിച്ചുകൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ നാളെ ഒരു സമയം നിങ്ങൾ പ്രതിപക്ഷം പോലും അല്ലാതാവുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ ജനങ്ങൾ മാറ്റിയെന്ന് വരും. ഇപ്പോൾ പ്രതിപക്ഷമെങ്കിലും ഉണ്ട്, ഇനി അതും കൂടെ ഇല്ലാതാക്കുന്ന അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തണം. ഇനിയിപ്പോൾ BJPയുടെ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഭരണം, അത് തീർച്ചയായിട്ടും ഈ നിലവിൽ BJPക്ക് അവിടെ 51 സീറ്റിലാണ് BJP ഭരിക്കുന്നത്. സ്വതന്ത്രൻ്റെയും കൂടെ പിന്തുണയോടുകൂടി BJPക്ക് മാത്രം 50 സീറ്റുകൾ. ആ സീറ്റിൽ നിന്നും ഒരു സീറ്റ് പോലും BJPക്ക് കുറയാനായിട്ടുള്ള സാധ്യത നിലവിൽ കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സുഗതൻ്റെ കേസ് കേട്ടാണെങ്കിൽ സുഗതൻ വിഷയത്തിൽ സുഗതൻ ഇനിയിപ്പോൾ ജാമ്യം കിട്ടി പുറത്തു വന്നു കഴിഞ്ഞാൽ ആ പരിപാടി അതോടുകൂടി തീരും. അതായത് LDFിൻ്റെയും അതോടൊപ്പം തന്നെ UDFിൻ്റെയും കാര്യങ്ങൾ പിന്നെ അധോഗതിയാവും. പക്ഷേ സുഗതന് ജാമ്യം കിട്ടിയില്ല എന്ന് വെച്ചു എങ്കിൽ പോലും സുഗതൻ അയോഗ്യനാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയെന്ന് വെച്ചു അവിടെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക, ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുക. ആ ഉപതെരഞ്ഞെടുപ്പ് ഈ പറയുന്ന LDF UDF വിജയിക്കണ്ടേ? എങ്കിൽ മാത്രമല്ലേ ആ സീറ്റ് അവർക്ക് കിട്ടത്തുള്ളൂ. നിലവിലത്തെ സാഹചര്യത്തിൽ അവരവിടെ വിജയിക്കുമെന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷയുണ്ടോ? അറിയാൻ പറഞ്ഞിട്ട് ചോദിക്കുക. ആ ഒരു സീറ്റ് BJP നിലനിർത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് അടിവരയിട്ട് പറയാൻ സാധിക്കും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. ഇനി എന്തൊക്കെ തരികിട കാണിച്ചാലും ജനങ്ങൾ വോട്ട് കുത്തണമല്ലോ. ഇപ്പോഴത്തെ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തുന്നവർ തന്നെയാണല്ലോ തിരുവനന്തപുരത്തെ ജനങ്ങൾ. ഇല്ലാന്നൊരിക്കലും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈ വാക്കുകൾ ഉൾപ്പെടെ ഇപ്പോൾ കേട്ട ഒരു കാര്യം തന്നെയാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും തിരുവനന്തപുരത്തെ ജനങ്ങളുടെ മനസ്സിൽ ഒരിതുണ്ട്. അവർ ആ രീതിയിൽ മാത്രമേ ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ പോലും അവർ വോട്ട് കുത്തത്തുള്ളൂ. ഈ പറയുന്ന തോതിൽ നിലവിൽ സുഗതൻ അവിടെ എത്ര വോട്ടിനാണോ ജയിച്ചത്
അതിൻ്റെയൊന്നും കൂടുതൽ വോട്ടിന് ഇനി ഒരു തെരഞ്ഞെടുപ്പ് അവിടെ വന്നു കഴിഞ്ഞാൽ ജയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് അടിവരയിട്ട് പറയും. ഇനി എന്തൊക്കെ UDF LDF തരികിട കാണിക്കാൻ നോക്കിയാലും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കാരണം ഈ പറയുന്ന തോതിൽ നിങ്ങൾ രണ്ടും ഒറ്റക്കെട്ടാണ്, അല്ലെങ്കിൽ ഒരു പോയിന്റ് രണ്ട് വശങ്ങളാണ് എന്നുള്ളത് ജനങ്ങൾക്ക് മുന്നിൽ തെളിയിക്കാനായിട്ടുള്ള ഒരു അവസരമായാണ് നിങ്ങൾ ഇത് കാണുന്നതെങ്കിൽ അവിടെയാണ് നിങ്ങൾക്ക് അടിതെറ്റി പോകുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ബോധമെങ്കിലും ആദ്യം ഉണ്ടാകണം ശരിക്കും പറഞ്ഞാൽ. അല്ലെങ്കിൽ നിലവിൽ ഈ പറയുന്ന തോതിൽ BJPക്ക് കേരളത്തിൽ കൂടുതൽ എന്താ പറയുക MLA-മാരെ സൃഷ്ടിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ നിങ്ങൾ തന്നെ വളരെ എളുപ്പത്തിൽ എത്തിച്ചു കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അങ്ങനെ ഉണ്ടാക്കാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലത്. അതല്ല അങ്ങനെ ഉണ്ടാക്കാനാണ് ഉദ്ദേശമെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഭരണം അട്ടിമറിച്ചുകൊണ്ട് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഞങ്ങൾ ഭരണത്തിൽ വരാമെന്നൊക്കെയുള്ള പരിപാടികൾ മാറ്റിവെക്കുന്നതായിരിക്കും ഇടതുപക്ഷത്തിന് മറുപക്ഷത്തിന് നല്ലതെന്ന് പറയുന്നത്. ഈ പറയുന്ന മേയർ രാജേഷ് ഇന്നലെ തന്നെ വന്നിട്ട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന രീതിയിൽ ഇടതുപക്ഷം BJPയെ നാറ്റിക്കാനായിട്ട് കാണിക്കുന്ന ചില പരിപാടികൾ, വേസ്റ്റ് കുമ്പാരങ്ങൾ പോലും ഈ പറയുന്ന രീതിയിൽ പലതരത്തിൽ അവിടെ കൊണ്ടുവന്ന് ഇടുന്ന പരിപാടികൾ ചെയ്യുന്നത് ഇടതുപക്ഷമാണ് എന്നുള്ള തരത്തിൽ പച്ചയ്ക്ക് തുറന്നടിക്കുന്ന തരത്തിലോട്ട് VV രാജേഷ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഇടതുപക്ഷം ചെയ്യുന്നത്, എന്തൊക്കെയാണ് അവിടെ ഈ പറയുന്ന രീതി ഭരണം കൈവിട്ട് പോയപ്പോഴത്തേക്കും കാണിച്ചു കൂട്ടുന്ന ഓരോരോ കോപ്രായങ്ങൾ എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും മേയർ VV രാജേഷ് രണ്ടും കൽപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സംഘികൾക്ക് നിലവിൽ കേരളത്തിലെ തിരുവനന്തപുരത്തെ ജനങ്ങൾ ഭരിക്കാനായിട്ടുള്ള ഒരു അവസരം നൽകിയിട്ടുണ്ടെങ്കിൽ അവർ ഭരിക്കട്ടെ. അവർ ഭരിച്ച 5 കൊല്ലം കൊണ്ട് അവർക്ക് ഈ ഭരണം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ജനങ്ങൾ വീണ്ടും തിരഞ്ഞെടുക്കും. അതല്ല എന്നുണ്ടെങ്കിൽ അവരെ പിടിച്ച് താഴെ ഇറക്കും. സംഘികൾ വേണ്ടാന്ന് ജനങ്ങൾ തീരുമാനിക്കും. അങ്ങനെ ഒരു അവസരമാണ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കേണ്ടതെന്ന് പറയുന്നത്. അല്ലാതെ നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നവരെ പിടിച്ച് താഴെ ഇറക്കിയിട്ട് അവിടെ കയറി ഞങ്ങൾ എന്തോ ഉണ്ടാക്കി കളയാന്നൊക്കെ വെച്ചിരുന്നു കഴിഞ്ഞാൽ ജനങ്ങൾ ഈ ഉണ്ടാക്കാൻ പോകുന്നവരെ നല്ല രീതിക്ക് പണിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് വോട്ടിലൂടെ ജനങ്ങൾ നല്ലൊരു മറുപടി തരുന്ന തരത്തിലോട്ട് ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കാര്യങ്ങൾ മാറുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് മണ്ടത്തരമൊന്നും കാണിക്കാതിരിക്കുന്നതാണ് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും നല്ലതെന്ന് പറയുന്നത്. കാരണം നിങ്ങൾ ചെയ്യുന്ന ഓരോ മണ്ടത്തരത്തിനും ഈ പറയുന്ന തോതിൽ സംഘികൾക്ക് കൂടുതൽ കേരളത്തിൽ വളരാനായിട്ടുള്ള ഒരു വളമിട്ട് കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം.